ജീവിതത്തിലുടനീളം നമ്മൾ പാലിക്കേണ്ട നിരവധി മര്യാദകൾ പഠിച്ചു മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് വല തമൂത്തുന്ന ഇല്ലാവ അൻതും മുസ്ലിമൂൻ, മുസ്ലിം ആയിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കരുത് എന്ന ഇസ്ലാമിന്റെ കൽപ്പന കൃത്യമായിട്ട് നമുക്ക് പാലിക്കാൻ സാധിക്കുകയുള്ളൂ. ദീൻ എന്ന് പറയുന്നത് വെറും ഒരു നിസ്കാരം, നോമ്പ്, ഉംറ, ഹജ്ജ്, സക്കാത്ത് അങ്ങനെ വളരെ പരിമിതമായ കാര്യങ്ങളല്ല. ദീൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലുടനീളം ദീനാണ്. നാം നമ്മുടെ ബെഡിൽ നിന്ന് എണീറ്റ് വീണ്ടും ബെഡിലേക്ക് മടങ്ങി എത്തുന്നത് വരേക്കും നാം ചെയ്യുന്ന എല്ലാ രംഗത്തും എന്താണ് നമ്മൾ പാലിക്കേണ്ടത്, ഏത് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത് എന്നത് കൃത്യമായിട്ട് ദീനുൽ ഇസ്ലാം നമുക്ക് പകർന്നു നൽകിയിട്ടുണ്ട് എന്നതാണ്. ആ മേഖലകളിലെല്ലാം ഇസ്ലാമിനെ നമ്മൾ പ്രാക്ടിക്കലാക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും ഒരു ഇസ്ലാമിന്റെ പൂർണ്ണതയിൽ ഉദ്ഖുലു ഫിസ്സിൽമി കാഫ, നിങ്ങൾ പൂർണ്ണമായി ഇസ്ലാമിൽ പ്രവേശിക്കണം എന്ന ആഹ്വാനം പ്രാവർത്തികമാക്കി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഏതായിരുന്നാലും അള്ളാഹു നമുക്കെല്ലാവർക്കും അവന്റെ ദീനിന്റെ വഴിയിൽ ഉറച്ചു നിൽക്കാനും അത് പഠിച്ചു മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുമുള്ള തൗഫീഖ് നൽകി. നമുക്കറിയാം, ഈ ലോകത്ത് അള്ളാഹു തീർത്ത അത്ഭുതങ്ങൾ നിരവധിയാണ്. കണ്ണുമിഴിച്ചു നോക്കിയാൽ കാണാവുന്ന നിരവധി അത്ഭുതങ്ങൾ. ഈ പ്രപഞ്ചം തന്നെ വലിയൊരു അത്ഭുതമാണ്. ഗോളാകൃതിയിലുള്ള ഭൂമി, സ്വയം കറങ്ങുന്ന ഭൂമി, ഭ്രമണപഥത്തിൽ സൂര്യന് ചുറ്റും അതിവേഗതയിൽ സഞ്ചരിക്കുന്ന ഭൂമി, അതിനു മുകളിലാണ് നമ്മൾ സുരക്ഷിതമായി ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പാത്രത്തിലെ വെള്ളം കമഴ്ത്തി പിടിച്ചാൽ അത് മറിഞ്ഞു വീഴും. പക്ഷെ ഭൂമിയുടെ 70% വെള്ളം ചിന്തിപ്പോകാത്തത് എന്തുകൊണ്ടാണ്? അള്ളാഹു തീർത്ത വലിയൊരു അത്ഭുതമാണ് സത്യത്തിൽ ഈ പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തിലുള്ള നിരവധി അനവധി സംവിധാനങ്ങളെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടി മാഹാത്മ്യത്തിന്റെ അടയാളങ്ങളാണ്. വെള്ളം, നിരവധി വെള്ളം, പല തരത്തിലുള്ള പല സ്വഭാവമുള്ള വെള്ളം, അത് ആകാശത്തേക്ക് ബാഷ്പീകരിച്ചെടുത്ത് കാർമേഘങ്ങളിൽ വെച്ച് പ്യൂരിഫൈ ചെയ്ത് ശുദ്ധമായ ജലമാക്കി ഇറക്കുമ്പോൾ ഒരു ലേശം പോലും അതിന് ഉപ്പിന്റെ ചുവയില്ല എന്നത് അള്ളാഹു വലിയ അത്ഭുതമാക്കി പഠിപ്പിച്ചതാണ്. നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഈ മഴവെള്ളത്തെ ഉപ്പുള്ളതാക്കി നാം മാറ്റുമായിരുന്നു. കാരണം സമുദ്രത്തിലെ ഉപ്പുജലമാണ് ആകാശത്തേക്ക് ബാഷ്പീകരിക്കപ്പെട്ടത്. പക്ഷെ ശുദ്ധജലമായിട്ടാണ് അത് പിന്നീട് മഴയായി പെയ്തിറങ്ങുന്നത്. എത്ര വലിയ അത്ഭുതമാണ്! ഈ പ്രപഞ്ചത്തിലെ ഓരോന്നും അത്ഭുതമാണ്. വഫി അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ, നിങ്ങളുടെ ശരീരത്തിലുമുണ്ട് മനുഷ്യരെ ഒരുപാട് അത്ഭുതങ്ങൾ എന്നാണ് പറയുന്നത്. HD ക്ലാരിറ്റിയുള്ള ക്യാമറയെ വെല്ലുന്ന അതീവ സൂപ്പർ പവറാണ് നമ്മുടെ കാഴ്ച ശക്തിക്കുള്ളത്. കേൾവിക്ക് മങ്ങലേൽക്കുമ്പോഴാണ് കേൾവി എന്ന അനുഗ്രഹത്തിന്റെ മാഹാത്മ്യം നമ്മൾ തിരിച്ചറിയുന്നത്. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഏക്കർ കണക്കിന് സ്ഥലത്ത് വിശാലമായി നിരന്തരമായി യാതൊരു വിശ്രമവുമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ഫാക്ടറിയെ വെല്ലാൻ മാത്രം ഒരേ നിമിഷം അനവധി നിരവധി പ്രക്രിയകൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ആര് തീർത്തതാണ്? ഹാദാ ഖൽഖുല്ലാഹ്, ആകാശത്തെ, ഭൂമിയെ, സൂര്യനെ, ചന്ദ്രനെ, മനുഷ്യനെ, എല്ലാറ്റിനെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനി, അള്ളാഹു അല്ലാത്ത ആരെങ്കിലും വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് നിങ്ങളൊന്ന് കാണിച്ചു തരൂ എന്ന് അള്ളാഹു ഖുർആനിൽ ചോദിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ തീർത്ത മഹത്തായ അത്ഭുതമാണ് സത്യത്തിൽ ഈ ഒരു പ്രപഞ്ചവും നമ്മുടെ ശരീരവും നിരവധി കാര്യങ്ങളുമെങ്കിൽ അതിൽപ്പെട്ട ഒരു ആയത്താണ് യഥാർത്ഥത്തിൽ ഇണതത്വ സങ്കല്പം എന്ന് പറയുന്നത്. വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങളെ ഇണകളാക്കി സൃഷ്ടിച്ചു എന്നത് ഈ ലോകത്ത് നിരവധി ദൃഷ്ടാന്തങ്ങൾ ഉള്ളതുപോലെ അള്ളാഹുവിന്റെ വലിയൊരു ദൃഷ്ടാന്തമാണ്. ഒന്ന് ശാന്തമായി നമ്മൾ ആലോചിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ഇണകൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവനാണ്. നമ്മുടെ മക്കൾ നമ്മുടെ പ്രവർത്തനത്തിന്റെയും നമ്മുടെ അധ്വാനത്തിന്റെയും നമ്മുടെ സുഖദുഃഖങ്ങളുടെയും പ്രചോദനമാണ്. യഥാർത്ഥത്തിൽ ഈ മക്കളില്ലായിരുന്നെങ്കിൽ, നമുക്ക് ഇണയില്ലായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഇന്ന് പുതുതലമുറ ഉറക്കെ വിളിച്ചു പറയുന്നു, കല്യാണം ആവശ്യമില്ല, ഇഷ്ടമുള്ളവന്റെ കൂടെ ജീവിച്ച് കൊതി തീർന്നാൽ
അതല്ലേ ഏറ്റവും നല്ലത് എന്ന്. യഥാർത്ഥത്തിൽ അവരിപ്പോൾ ആ ഒരു ജ്വരത്തിലാണുള്ളത്. അങ്ങനെ ജീവിച്ചു പരിചയിച്ചുള്ള ദുരന്തങ്ങൾ അവർ കണ്ടു കാണില്ല, കേട്ട് കാണില്ല. ഒരുപക്ഷെ അവരുടെ ജീവിതം കൊണ്ട് അവർ നടത്തുന്ന ഈ പരീക്ഷണം കൊണ്ട് എത്ര വലിയ നഷ്ടമാണ് സംഭവിക്കുക എന്നത് അവർക്ക് തന്നെ പറയാൻ സാധ്യമല്ല. മനുഷ്യൻ എപ്പോഴും അവന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് മറന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹു എപ്പോഴും ചിന്തിപ്പിക്കുന്നത് നീ നിന്നെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്നതാണ്. യഥാർത്ഥത്തിൽ ഇന്ന് ഇഷ്ടമുള്ളവന്റെ കൂടെ ജീവിക്കാം. അതാണെങ്കിൽ ആണ്, പെണ്ണാണെങ്കിൽ പെണ്ണ്, മറ്റേതെങ്കിലും ആണെങ്കിൽ മറ്റേതെങ്കിലും വസ്തുക്കൾ. ഇനി മരത്തോടാണ് പ്രണയമെങ്കിൽ മരത്തെ, ഇപ്പോ കഴിഞ്ഞ ദിവസം കണ്ടൊരു വാർത്തയാണ്, മരത്തെ പ്രണയിക്കുന്ന ഒരു സ്ത്രീ, ഓക്കുമരത്തെ പ്രണയിക്കുന്ന ഒരു സ്ത്രീ. അവൾ ആ മരത്തെ ആലിംഗനം ചെയ്ത് നിൽക്കുകയാണ്. അവളുടെ ഇണ ആ മരമാണെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ ഭാവിയുടെ അവസ്ഥ? അതുകൊണ്ട് തന്നെ സ്വന്തം ഉൽപ്പത്തിയെ മറന്നുകൊണ്ടുള്ള ചില വർത്തമാനങ്ങളാണ് ഇന്ന് പുതുതലമുറ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വന്തം പിതാവും മാതാവും അവർ ഇണകളായി ദമ്പതികളായി ജീവിച്ചത് കൊണ്ടാണല്ലോ താനുണ്ടായത് എന്ന മിനിമം ചിന്ത പോലും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ധാർമ്മികതയുടെ അടിവേരാണ് യഥാർത്ഥത്തിൽ ഈ ഒരു കുടുംബ സങ്കല്പം എന്ന് പറയുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അയാൾക്ക് ഒരു പ്രായത്തിലുണ്ടാകുന്ന അയാളുടേതായിട്ടുള്ള വികാരങ്ങളെ പൂർത്തീകരിക്കാൻ സാധുവായ ഒരു വഴി നിർബന്ധമാണ്. അത് നിർവഹിക്കപ്പെടാതെ ഒരാൾക്കും ഇവിടെ മുന്നോട്ട് പോകാൻ കഴിയില്ല. മെഡിസിൻസ് കൊണ്ട് ഒരാളെ കൺട്രോൾ ചെയ്യുന്നതിൽ ലിമിറ്റേഷൻസ് ഉണ്ട് എന്നത് നിത്യവും പത്രമാധ്യമങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെയുള്ള പലവിധ ചിട്ടവട്ടങ്ങൾ കൊണ്ടും പലവിധ പൂജകൾ കൊണ്ടും ആചാരങ്ങൾ കൊണ്ടും ഒരു മനുഷ്യന്റെ ജനറ്റിക്കലി ഇത്തരത്തിലുള്ള അവന്റെ സെക്ഷൽ നീഡിനെ പൂർത്തീകരിക്കുക എന്നത് അസാധ്യമാണ്. അതുകൊണ്ട് അതിനെ വിഹിതമായ നിലക്ക് തിരിച്ചുവിടാനാണ് ഇസ്ലാം നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. അതും ഏതെങ്കിലും തരത്തിലല്ല, അതൊരു ഉത്തരവാദിത്തമായി ഏറ്റെടുത്തുകൊണ്ട് ഒരു കടമയായി നിർവഹിച്ചുകൊണ്ട് പുണ്യം പ്രതീക്ഷിക്കുന്ന കർമ്മങ്ങളായിട്ടാണ് ദാമ്പത്യത്തിന്റെ മുഴുവൻ മേഖലയിൽ. വിവാഹം കഴിച്ചാൽ മതം പാതി പൂർത്തിയായി എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. വിവാഹം കഴിക്കില്ല എന്ന് തീരുമാനിച്ചവനോട് ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി, എന്റെ സുന്നത്തിൽ നിന്ന് മറികടക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് പറയുന്നതിലൂടെ ശറഈനെ അനുസരിക്കുകയാണ് വിവാഹം കഴിക്കുന്നതിലൂടെ. ചില ആളുകളൊക്കെ പറയും വിവാഹത്തിന്റെ ഒരുപാട് ദുരന്ത കഥകൾ കേട്ട് ഒരാളുടെ പഠനം മുടങ്ങി, മറ്റൊരാളുടെ ആരോഗ്യത്തിന് പ്രശ്നമായി, മറ്റൊരാളുടെ ദാമ്പത്യത്തിന്റെ ജീവിതത്തിലെ സമാധാനം കെടുന്ന വിധത്തിൽ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളാണ്. ഒരുപക്ഷെ സ്വന്തം കുടുംബത്തിൽ തന്നെ അങ്ങനെ ചില നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ചില ആളുകൾ പറയും ഇന്ന കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഞാനിനി വിവാഹം കഴിക്കുന്നില്ല. സത്യത്തിൽ എത്ര ബൈക്ക്, ഓട്ടോ, ബസ്, കാറ്, ജീപ്പ്, ട്രെയിന്, വിമാനം അപകടത്തിൽപ്പെട്ടു? ആരെങ്കിലും തീരുമാനിക്കുന്നുണ്ടോ ഇനി ഞാൻ ട്രെയിനിൽ കയറൂല, ഇനി ഞാൻ വിമാനത്തിൽ പോകും? യഥാർത്ഥത്തിൽ ഓരോരുത്തരുടെയും ജീവിതം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ഇന്ന ആളുടെ ജീവിതം അങ്ങനെയായി എന്നതുകൊണ്ട് നിന്റെ ജീവിതവും അങ്ങനെയാകും എന്ന് ആര് പറഞ്ഞു? ജീവിച്ചു നോക്കിയിട്ടില്ലല്ലോ. ഫ്യൂച്ചർ പ്രഖ്യാപിക്കാൻ, പ്രവചിക്കാൻ നമുക്ക് കഴിയും. അപ്പൊ മറ്റുള്ളവരുടെ അനുഭവം വെച്ചുകൊണ്ട് ഞാനും അങ്ങനെയാകും എന്ന് പറഞ്ഞാൽ നീ ഭാവിയെ പ്രവചിക്കാൻ ആരാണ്? അപ്പൊ മറ്റുള്ളവരുടെ ജീവിത പ്രതിസന്ധികൾക്ക്, ഏതൊരു പ്രതിസന്ധികൾക്കും കാരണമുണ്ടാവും. ഏതൊരു പ്രതിസന്ധികൾക്കും കാരണമുണ്ടാവും. ഇവിടെ വർക്ക് ചെയ്യുന്ന ഫാനും എ സിയും ഓഫ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ വിയർത്തു തുടങ്ങും. അപ്പൊ പിന്നെ ഇവിടെ മൊത്തത്തിൽ വിയർപ്പാണ് എന്ന് പറയാൻ പറ്റും. ആ ചൂടിനൊരു റീസൺ ഉണ്ട്. ആ റീസൺ എന്താണ്? ആ റീസണിനെ നമ്മൾ ചികിത്സിക്കാൻ പോകാം. അപ്പൊ ഓരോ കുടുംബവും ഫെയിലിയർ ആകാനുള്ള കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ വെച്ച് അവരുടെ ജീവിതം ഫെയിലറായി, ഇവരുടെ ജീവിതം ഫെയിലറായി, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാകാം എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല. ഒരുപാട് അറേഞ്ച്ഡ് മാരേജുകൾ ഫെയിലിയറായി, അതുകൊണ്ട് എനിക്ക് പ്രണയിച്ച് ജീവിക്കാം എന്നല്ല. അറേഞ്ച്ഡ് മാരേജ് ഫെയിലിയർ ആവാനുള്ള റീസൺ എന്താണ്? അതാണ് നോക്കേണ്ടത്. ആ റീസൺ അവിടെ ട്രീറ്റ് ചെയ്താൽ ആ പ്രോബ്ലം അവിടെ സോൾവ് ആവുകയാണ്. എന്നാൽ അറേഞ്ച്ഡ് മാരേജ് അല്ലാത്ത ബന്ധങ്ങൾ അവിഹിതമാണ്, വ്യഭിചാരമാണ്, തോന്നിയാസമാണ്. അതിലെത്ര ആനന്ദമുണ്ടെങ്കിലും അത് വിഹിതമല്ലാത്തതാണ്. അപ്പോൾ അവ രണ്ടും തമ്മിൽ കമ്പയർ ചെയ്ത് നിലപാടെടുക്കാൻ ഒരിക്കലും പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിലുടനീളം നമുക്ക് സമാധാനവും സ്വസ്ഥതയും ലഭിക്കുന്ന ഒരു ചുമതലയായി, ഒരു ഉത്തരവാദിത്തമായി പ്രവാചകന്റെ സുന്നത്തിനെ പിൻപറ്റുന്ന, അള്ളാഹുവിന്റെ ശറഇനെ പിൻപറ്റുന്ന, ദീനിന്റെ പാതി പൂർത്തിയായി എന്ന് പറയാൻ പറ്റുന്ന, പിന്നീട്
വിവാഹത്തിന് ശേഷം നമുക്ക് ധാരാളം പ്രതിഫലം നേടിയെടുക്കാൻ പറ്റിയ മഹനീയ കർമ്മമാണ് ദാമ്പത്യം എന്ന് പറയുന്നത്. ഒരാൾ തന്റെ കൈക്കോട്ടും കത്തിയും എടുത്ത് രാവിലെ ജോലിക്ക് പോകുമ്പോൾ ഇതെന്റെ റബ്ബ് എന്നെ ഏൽപ്പിച്ച ചുമതലയാണ്, എന്റെ മക്കൾക്കും എന്റെ ഇണക്കും ഭക്ഷണം കൊടുക്കുക എന്ന ചുമതല എന്ന നീയത്തിൽ ഇറങ്ങിയാൽ അയാൾ മണ്ണിൽ കൊത്തുന്ന ഓരോ കൊത്തിനും പ്രതിഫലമാണ്. തന്റെ ഭർത്താവിന് വേണ്ടി, തന്റെ മക്കളെ പോറ്റാൻ വേണ്ടി നാം വീട്ടിൽ കഠിനാധ്വാനം ചെയ്യുന്നതിന്റെ കണക്ക് പറയേണ്ടത് പടച്ചവനോടാണ്. നീ എന്നെ ഏൽപ്പിച്ച ചുമതല ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പരമാവധി ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, കബൂൾ ചെയ്യണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. കാരണം അത് പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. വ്യഭിചരിച്ചാൽ കുറ്റമുള്ളതുപോലെ ഇണയുമായുള്ള ശാരീരിക ബന്ധത്തിന് പുണ്യമുണ്ടെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കുക എന്നത് എല്ലാ നിലക്കും ആവശ്യമാണ്. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനി തബത്തുൽ, ബ്രഹ്മചര്യത്തെ പ്രവാചകൻ വിലക്കിയിരിക്കുന്നു. അതായത് മതത്തിന്റെ പേരിൽ, ആചാരത്തിന് വേണ്ടി, അനുഷ്ഠാനത്തിന് വേണ്ടി ഇനി ഞാൻ വിവാഹം കഴിക്കുന്നില്ല, ഞാൻ സുഹൃദാണ്, ഭൗതിക വിരക്തി, ഭക്ഷണം വേണ്ട, ഉറക്കം വേണ്ട, ദാമ്പത്യ ലൈംഗികമായിട്ടുള്ള സുഖവും സന്തോഷവും വേണ്ട, മക്കളിൽ നിന്ന് കിട്ടുന്ന കൺകുളിർന്ന് വേണ്ട, എനിക്ക് എന്റെ ദൈവം മാത്രം, അങ്ങനെ ഒന്ന് വേണ്ട, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അത്തരം പ്രവർത്തനത്തെ വിലക്കിയിരിക്കുന്നു. അതായത് മതത്തിന് വേണ്ടി, അള്ളാഹിലേക്ക് അടുക്കാൻ വേണ്ടി പോലും. എന്നിട്ടല്ലേ സ്വന്തം ഇച്ഛയെ പൂർത്തീകരിക്കാൻ കല്യാണം വേണ്ടെന്ന് പറഞ്ഞാൽ, അതായത് അള്ളാഹിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് പോലും നിങ്ങൾ വിവാഹത്തെ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. അതിനെ റസൂലുള്ളാഹി ശക്തമായിട്ട് വിമർശിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ വെച്ചുകൊണ്ട് എങ്ങനെയാണ് വിവാഹത്തെ നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക? അതുകൊണ്ട് തന്നെ വിവാഹം എന്ന് പറയുന്നത് എല്ലാ നിലക്കുമുള്ള നിർഭയത്വവും സുരക്ഷിതത്വവും ഉത്തരവാദിത്വവും അമാനത്തും സെക്യൂരിറ്റിയും ഒക്കെയാണ്. മറ്റതെന്താണ്? കളഞ്ഞു കിട്ടിയ ഒരു 500 രൂപ ആരാ ചോദിക്കാനുള്ളത്? ഇതുപോലെയല്ലേ ഓരോരുത്തർ കണ്ണും കാതും കാട്ടി പലതും പറഞ്ഞ് മയക്കിയെടുത്ത് വീട്ടിൽ നിന്ന്, തന്റെ രക്ഷിതാക്കളിൽ നിന്ന് അവരെ പറിച്ചു കൊണ്ടുപോയിട്ട് എല്ലാവിധ സുഖകരമായ ജീവിതവും ഞാൻ നിനക്ക് തരാം എന്ന ഓഫർ കൊടുത്ത് അവൻ എനിക്ക് അങ്ങനെ ഒരു ജീവിതം തരുമെന്ന് ഉറച്ചു വിശ്വസിച്ച് തന്റെ വീട്ടുകാരെയും കുടുംബക്കാരെയും എല്ലാം വിട്ടെറിഞ്ഞു പോയവരുടെയൊക്കെ ഇന്നത്തെ അവസ്ഥ എന്താണ്? 2ഉം 3ഉം കുഞ്ഞുങ്ങളുടെ കൈ പിടിച്ച് ഓടി വരുന്ന, ചീറിപ്പായുന്ന ട്രെയിനിന് മുന്നിൽ ജീവനൊടുക്കാൻ കാത്തു നിൽക്കുന്ന ഈ പിഞ്ചു മക്കളെയും പിടിച്ചു നിൽക്കുന്ന സഹോദരി, ഏതോ ഒരു ദുർബല നിമിഷത്തിൽ തനിക്ക് എല്ലാ സെക്യൂരിറ്റിയും ഉറപ്പു തന്ന് തന്റെ പിതാവിൽ നിന്നും മാതാവിൽ നിന്നും കലഹിച്ച് പിടിച്ചു വാങ്ങി കൊണ്ടുപോയിട്ട് അവസാനം സമ്മാനിച്ചത് ആത്മഹത്യയാണ്. അതുകൊണ്ട് തന്നെ വിവാഹം എന്ന് പറയുന്നത് സുരക്ഷയാണ്, സെക്യൂരിറ്റിയാണ്, ഉത്തരവാദിത്വമാണ്. ചോദിക്കാനും പറയാനും ആളുള്ള, രേഖയുടെ പിൻബലമുള്ള, ദീനിന്റെ പിൻബലമുള്ള, ആഖിറത്തിൽ നമുക്ക് പ്രതിഫലം പ്രതീക്ഷിക്കാൻ പറ്റിയ, നമ്മൾ നിർബന്ധമായിട്ടും പടച്ച റബ്ബിങ്കലേക്ക് നിർവഹിക്കേണ്ട ബാധ്യതയായിട്ടുള്ളൊരു കാര്യമാണ് വിവാഹം എന്ന് പറയുന്നത്. ഈ വിവാഹം യഥാർത്ഥത്തിൽ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത് സമാധാനത്തിനും സന്തോഷത്തിനുമാണ്. നല്ലൊരു ഭക്ഷണത്തെക്കാളും, നല്ല ഒരു കാഴ്ചയെക്കാളും, നമ്മൾ വിചാരിക്കുന്ന വലിയ അക്കം ശമ്പളത്തെക്കാളും നമുക്ക് ദാമ്പത്യത്തിന് വല്ലാത്തൊരു ആസ്വാദനവും മധുരവും ഉണ്ട് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പലപ്പോഴും അതൊരു സാഹിത്യ പ്രയോഗമായിട്ട് മാത്രം ഒതുങ്ങുകയാണ്. കാരണം ആ ഒരു സമാധാനവും സന്തോഷവും ആർക്കും അനുഭവിക്കുന്നില്ല, ആരും അനുഭവിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അത് അനുഭവിക്കാത്തത്? നല്ല വീടുണ്ട്, സൗകര്യങ്ങളുണ്ട്, പണ്ടത്തെ അപേക്ഷിച്ച് യഥേഷ്ടം തിന്നാനുള്ള സാധനങ്ങളുണ്ട്, നമ്മുടെ ഫിനാൻഷ്യലായിട്ടുള്ള, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ കയ്യിൽ സോഴ്സസ് ഉണ്ട്. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് നമ്മുടെ വീട്ടിലെ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് അതൊരു വെറുതെ ഒരു തട്ടിമുട്ടിപ്പോക്കും, ആവശ്യങ്ങളുടെ സമയത്തുള്ള ഒരു സ്നേഹപ്രകടനവും, അത് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും തങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്ന, ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന, തങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു പോകുന്ന ഒരു ആത്മാവില്ലാത്തതായി മാറിയത് എങ്ങനെയാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അവിടെ ഇസ്ലാമികമായ മര്യാദകളുടെ അപര്യാപ്തതയും അറിവില്ലായ്മയുമാണ്. ഇന്ന് വിവാഹത്തിൽ പ്രവേശിക്കുന്ന അധികം ആളുകൾക്കും അറിയില്ല വിവാഹം എന്താണ്. അതുകൊണ്ടാണ് പെണ്ണ് കാണാൻ വന്നപ്പോ അവനോട് ചോദിച്ചത് ഡ്രൈവിംഗ് അറിയോ, സ്വന്തമായിട്ട് ബുള്ളറ്റ് ഉണ്ടോ. യഥാർത്ഥത്തിൽ വൈവാഹിക ജീവിതത്തിൽ ബുള്ളറ്റിന്റെ പങ്ക് നിങ്ങൾ ഇസ്ലാമിക പ്രമാണത്തിൽ സെർച്ച് ചെയ്യണം. വാഹനത്തിന്റെ പങ്ക്, അപ്പൊ വിവാഹ സങ്കല്പമാണത്. അതായത് തന്നെ കല്യാണം കഴിക്കുന്ന ആള് കാഴ്ചക്ക് അവൻ നല്ല മോഡേൺ ആയിരിക്കണം, അവൻ നല്ല
ഫൈനാൻഷ്യൽ സെറ്റപ്പ് ഉള്ളവനായിരിക്കണം. അവൻ എന്നെ പുറത്തേക്ക് UK-യിലേക്കും യൂറോപ്പിലേക്കും അതുപോലെ തന്നെ അമേരിക്കയിലേക്കും ഒക്കെ കൊണ്ടുപോകുന്ന ആളായിരിക്കണം. എന്നെയും കൊണ്ട് നല്ല വിലപിടിപ്പുള്ള ബൈക്കിൽ ചെത്തി നടക്കണം. ഇതൊക്കെയാണ് ദാമ്പത്യ ജീവിതം. ഇങ്ങനെ ഒരു സങ്കല്പങ്ങളുമായിട്ട് ദാമ്പത്യ ജീവിതത്തിൽ കയറുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ലെവലേശം പോലും ആ സങ്കല്പം പൂർത്തീകരിക്കപ്പെടാതെ വരുമ്പോൾ ജീവിതം, ദാമ്പത്യം, വിവാഹം ഫെയിലിയർ ആവാം. 3-4 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയോളം പല കളറിലും കല്യാണങ്ങൾ നടന്നിട്ട്, വലിയ മാമാങ്കങ്ങൾ നടന്നിട്ട്, ഇസ്ലാമിന്റെ നിയമങ്ങളെ പോലും കാറ്റിൽ പറത്തിയിട്ട്, പാട്ടും കൂത്തും ഡാൻസും തലേന്നും പിറ്റേന്നും അതിന്റെ പിറ്റേന്നും എല്ലാം നടത്തിയിട്ട് ആരവങ്ങളോടെ നടന്ന കല്യാണം 10 ദിവസം കൂടെ നീണ്ടു നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തം. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വൈവാഹിക ജീവിതത്തിലെ ഇസ്ലാമികമായ മര്യാദകൾ നമ്മൾ പാലിക്കുക എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായിട്ട് എന്താ പറയുക, ഇതൊരു വലിയ സൗഭാഗ്യമായിട്ട് നമ്മൾ കാണണം. കാരണം തന്റേതല്ലാത്ത ഒരുപാട് പ്രയാസങ്ങൾ കൊണ്ട് തനിക്ക് മതപരമായിട്ടോ ഭൗതികമായിട്ടോ ഒരു കുറവുമില്ല. പക്ഷെ തന്റേതല്ലാത്ത കുറവുകൾ കൊണ്ട്, തന്റേതല്ലാത്ത പ്രശ്നങ്ങൾ കൊണ്ട് കല്യാണം മുടങ്ങിപ്പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്. അവർക്ക് ഒരു വൈവാഹിക ജീവിതം സ്വപ്നം കണ്ട് ജീവിക്കാൻ, ഇന്ന് കല്യാണം കഴിഞ്ഞ ചില ആളുകള് കുട്ടികൾക്ക് കൊടുക്കുന്ന ഉപദേശം വെറുതെ അതിന് സമ്മതിക്കണ്ട എന്നാണ്. കാരണം അവരുടെ ജീവിതം അങ്ങനെ ആയിരിക്കാം. അതൊരു പക്ഷേ എന്റെ കുറവല്ല അയാളെ കുറവാണെന്ന് അവളും, അത് എന്റെ കുറവല്ല അവളുടെ കുറവാണെന്ന് അയാളും പറഞ്ഞ പിന്നെ തീർന്ന്, പിന്നോടെ പരിഹാരമല്ല. അപ്പൊ പിന്നെ കാണുന്നവരോടൊക്കെ കല്യാണം കഴിക്കാൻ നിൽക്കൊന്നും വേണ്ട, പഠിച്ചോ, നല്ല ഉയരങ്ങളിൽ എത്തിക്കോ, സ്വന്തം കാലിൽ നിന്നോ എന്നൊക്കെയാണ് ഉപദേശങ്ങൾ കൊടുക്കുന്നത്. അതൊക്കെ ഓരോരുത്തരുടെയും ആ ആവശ്യത്തിനും അതുപോലെ തന്നെ കഴിവിനും അറിവിനൊക്കെ അനുസരിച്ചാവാം. പക്ഷെ അവിടെയൊന്നും നമ്മൾ വൈവാഹിക ജീവിതത്തെ വലിച്ചേക്കേണ്ട ഒരാവശ്യവുമില്ല. കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് ആളുകൾ പഠിച്ചിട്ട് ഡിഗ്രിയും PGയും PhDയും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് പോയി അവിടെ പിന്നെ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു ക്ലാസ് എടുത്തപ്പോൾ നമ്മുടെ പ്രൊഫഷണൽ കോൺഫറൻസിന്റെ തുടർച്ചയായിട്ടുള്ള പ്രോഗ്രാമിന് ക്ലാസ് കഴിഞ്ഞപ്പോ എന്റെ നാട്ടുകാരിയായ ഒരു പെൺകുട്ടി ഒരു കുട്ടിയെയും കൊണ്ടുവന്നിട്ട് എന്നോട് പരിചയം പുതുക്കി. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞാനിവിടെ MDക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കയ്യിലൊരു കുട്ടിയുണ്ട്. അപ്പൊ അതൊന്നും ഒരു തടസ്സമല്ല. പഠിക്കുന്ന ആളുകള് അവരുടെ കാര്യങ്ങള്, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വൈവാഹിക ജീവിതത്തിന് ശേഷവും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ ഇത് ഒരു വയ്യാവേലിയായിട്ട് കൊണ്ടുനടക്കുന്ന ആൾക്കാരാണ് മറ്റുള്ളവർക്ക് ഇതിനെക്കുറിച്ച് വളരെ നെഗറ്റീവായിട്ടുള്ള പോയിന്റുകൾ കൈമാറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ മീഡിയകളും യൂട്യൂബർമാരും ബ്ലോഗർമാരും ഒക്കെ ചെയ്യുന്ന വലിയ ഒരു സേവനം എന്ന് പറയുന്നത് ഇവിടെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വൈവാഹിക സിസ്റ്റം അത് നിർത്തിവെച്ച് ഇവിടെ തോന്നിയാസത്തിനുള്ള ഡോറുകൾ തുറന്നു കൊടുക്കാനുള്ള മുറവിളിയിലാണ് അവരെല്ലാവരും ഉള്ളത്. സിനിമകൾ ഇറങ്ങുന്നതിന് വേണ്ടിയാണ്, പല രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ്, പാഠ്യപദ്ധതികൾ പോലും അതിനനുസരിച്ചാണ് പരിഷ്കരിക്കപ്പെടുന്നത്. NSS ക്യാമ്പുകളിലൂടെ പോലും കുട്ടികൾക്ക് കൈമാറുന്നത് സെക്ഷൽ ഡിസോർഡേഴ്സ് ആയി പഠിച്ചതും പരിചയപ്പെടുത്തിയതും ഇപ്പോൾ ഓരോരുത്തരുടെയും പിന്നെ ഒരു സെക്സിന്റെ, അതായത് ലൈംഗികതയുടെ തേട്ടമായിട്ട്, പ്രകൃതമായിട്ട്, സ്വതന്ത്രമായിട്ട് ചിത്രീകരിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു നിഅമത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കണം. നിഅമത്തായി കാണുമ്പോഴേ അതിനോടൊരു ഇഷ്ടവും അതിനോടൊരു സ്നേഹവും അതിനുവേണ്ടി ശുക്ർ കാണിക്കാനുള്ള ഒരു മനസ്സും നമുക്ക് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പടച്ച റബ്ബിന്റെ വലിയൊരു സൗഭാഗ്യമായിട്ട് നമ്മൾ ഇത് കാണണം. അതോടൊപ്പം തന്നെ ഇത് വലിയൊരു ബാധ്യതയായിട്ട് അള്ളാഹു നമ്മെ ഏൽപ്പിച്ച ഒരു കാര്യമാണ്, അല്ലെ? വലിയൊരു ബാധ്യതയായിട്ട് മീസാക്കൻ അലീദ എന്നാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. അതായത് ഒരു പെൺകുട്ടിയെ അവൾ എപ്പോഴും ഒരു ആണിന്റെ സംരക്ഷണത്തിലാണ്. ആദ്യം പിതാവിന്റെ, പിന്നീട് ഭർത്താവിന്റെ, പിന്നീട് മക്കളുടെ. അതുകൊണ്ട് തന്നെ പിതാവിന്റെ സംരക്ഷണത്തിൽ നിന്ന് നമ്മളൊരു പെണ്ണിനെ ഏറ്റെടുക്കുമ്പോൾ അവളുടെ മുഴുവൻ കാര്യങ്ങളും, എന്തുകൊണ്ടാണ് പുരുഷന് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്ത്രീയുടെ മുകളിൽ കാര്യങ്ങൾ ഒരു പൊസിഷൻ കൊടുത്തത്? എന്തുകൊണ്ടാണ്? അവന്റെ കയ്യിലുള്ള, അവൻ അധ്വാനിച്ചുണ്ടാക്കിയതിൽ നിന്ന് അവൾക്ക് വേണ്ടി ചിലവഴിക്കണം, അവളുടെ സെക്യൂരിറ്റി ഉറപ്പുവരുത്തണം, അവളെ എല്ലാ ഷെറിൽ നിന്നും തടഞ്ഞു വെക്കണം, അവരുടെ എല്ലാ നീഡ്സും പൂർത്തീകരിച്ചു കൊടുക്കേണ്ട പിന്നെ ഒരു രക്ഷാധികാരിയുടെ പൊസിഷനിലേക്ക് വരുന്ന ഒരാളാണ് യഥാർത്ഥത്തിൽ ഭർത്താവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചില സന്ദർഭങ്ങളിൽ ഉപദേശിക്കാനും കിടപ്പറ വെടിയാനും വേണ്ടി വന്നാൽ ചെറിയ തോതിൽ അവളെ പണിഷ് ചെയ്യാനും കുടുംബക്കാരുമായിട്ട് ചർച്ച ചെയ്യാനും ഇങ്ങനെ ഒരുപാട് സ്റ്റെപ്പുകൾ കഴിഞ്ഞിട്ടാണ് എന്തെങ്കിലും നിലക്ക് ഒത്തുപോയില്ലെങ്കിൽ
ഇസ്ലാമികമായിട്ടുള്ള ത്വലാഖിന്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് ഇസ്ലാം പഠിപ്പിച്ച ആയത്തുകൾ സൂറത്ത് നിസായിൽ നമുക്ക് വായിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബാധ്യതയാണ്, ആണും പെണ്ണും നിർവഹിക്കുന്ന ബാധ്യതയാണ്. പിന്നെ ഇത് പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും. കുല്ലുക്കും റാഇ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യതി. ഭാര്യ ചോദ്യം ചെയ്യപ്പെടും, ഭർത്താവ് പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തി. അപ്പൊ ഈ ദാമ്പത്യ ജീവിതം ഏറ്റവും ഊഷ്മളമാകാൻ ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരിക്കേണ്ട കാര്യം ദീന് പാലിക്കുക എന്നുള്ളതാണ്. ദീനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് വിശ്വാസമാണ്. ഞാനിപ്പോ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവിടെ ഒരു ബോർഡ് ഉണ്ട്, അപ്പവാണിബ ഉറൂസ്. അല്ലേ, ഞാനിങ്ങനെ ആലോചിച്ചു നോക്കി, നബിയുടെ കാലത്ത് എത്ര അപ്പവാണിബ ഉറൂസ് നടന്നിട്ടുണ്ടാവും അല്ലെ? നബിയുടെ കാലത്ത് എത്ര ഉറൂസ്, എത്ര നേർച്ച, ഇതുപോലത്തെ എത്ര ആഘോഷങ്ങൾ, ആചാരങ്ങൾ നടന്നു കാണും. യാതൊരുവിധ തെളിവിന്റെയും അടിസ്ഥാനമില്ലാത്ത ഒരുപാട് ആഘോഷങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി ജീവിക്കുന്ന ഇത്തരം കേന്ദ്രങ്ങളിലെല്ലാം ഏറ്റവും അധികം വരുന്നത് ആരറിയും? സ്ത്രീകളാണ്. നാളെ മസീഹ് ദജ്ജാൽ വന്നാലും ഏറ്റവും അനുയായികൾ കൂടുതൽ സ്ത്രീകളായിരിക്കും. അന്ധവിശ്വാസങ്ങളുടെ കൂടാരങ്ങളിൽ ഏറ്റവും അധികം എത്തുന്നത് ഇവരാണ്. അപ്പൊ ഓരോരുത്തരും കാരണം പറയുന്നത് അസുഖമായിട്ട് ഡോക്ടറെ കാണിച്ചു, ഒരുപാട് മരുന്ന് കുടിച്ചു, എല്ലായിടത്തും പോയി, അവസാനം ഇന്നൊരു തങ്ങളുണ്ട് എന്ന് പറഞ്ഞു, ഇന്ന് അവിടെ പോയി നോക്കാം എന്ന് പറഞ്ഞു. അവിടെ പോയപ്പോൾ മാറി. അയാൾ ഏലസ് കെട്ടി തന്നു, അയാൾ കുറെ തകിടുകൾ തന്നു, ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു, ഒരുപാട് ദിക്റുകളും ഔറാദുകളും ഒക്കെ പഠിപ്പിച്ചു തന്നു. അതോടുകൂടെ പരിപാടി മാറി. കാരണം എന്താണ്? ശിർക്കിലേക്കും കുഫറിലേക്കും പോയി കഴിഞ്ഞാൽ പിന്നെ അവരെ ഉപദ്രവിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ദീന് എന്നുള്ളത് ഏറ്റവും അതായത് തൗഹീദുള്ള ഒരു സ്ത്രീ, തൗഹീദുള്ള ഒരു പുരുഷൻ, അതാണ് തുൻകഹുൽ മർഅതു ലിഅർബഇൻ, 4 കാര്യത്തിന് വേണ്ടി വിവാഹം ചെയ്യപ്പെടും എന്ന് പറഞ്ഞപ്പോ നീ ദീന് തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞത് ഈമാൻ ശരിയായിട്ട് ശിർക്ക് കലരാക്കുക. അതല്ല റസൂലുള്ളാഹി വിവാഹത്തിന് തയ്യാറായി വന്ന ഒരു പെണ്ണിനെ ദീൻ ഉണ്ടോ എന്ന് നോക്കിയത് എന്താ? നിസ്കാരം എത്ര നേരം നല്ലല്ലോ ചോദിച്ചേ ആണോ? അയിനല്ല, അള്ള എവിടെയാണ്? അപ്പൊ വിശ്വാസം ക്ലിയർ ആണോ എന്ന് നോക്കി. അള്ളാഹു ഫിസ്സമ, അള്ള ഉപരിയിലാണ് എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വഹാബത്തിനോട് പറയണം, നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സ്ത്രീയെ കല്യാണം കഴിച്ചോളൂ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അല്ലെ? അപ്പൊ ദീനാണ് ഏറ്റവും പ്രധാനമായിട്ട്. അപ്പൊ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ദീന് നോക്കിയിട്ട് വേണം വൈവാഹിക ജീവിതം ആരംഭിക്കാൻ. ദാമ്പത്യത്തിന്റെ ഊഷ്മളത അവിടെയാണ്. അതായത് ഈമാനികമായ ഒരു ചേർച്ച, മൻഹജിയായ ഒരു ചേർച്ച, അഖീദ സംബന്ധമായ ഒരു ചേർച്ച അവിടെ അനിവാര്യമായിട്ടും ഉണ്ടായിരിക്കണം എന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ പൊതുവായിട്ട് നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ: വിവാഹം അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കുക, ബാധ്യതയാണെന്നും പരീക്ഷണമാണെന്ന് മനസ്സിലാക്കുക, ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കുക, വിവാഹം ദീൻ പാലിച്ചുകൊണ്ടാവുക, അതുപോലെ തന്നെ പരസ്പരം ദീനിന് വേണ്ടി സഹായിക്കുക, പരസ്പരം സ്നേഹിക്കുക, ഔദാര്യം കാണിക്കുക, പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ട് ചെയ്യാൻ പറ്റിയ രീതിയിൽ സംസാരവും വേഷവിധാനവും രൂപവും കോലവും എല്ലാം അറേഞ്ച് ചെയ്യുക, നല്ല നല്ല സംസാരങ്ങളിലും നർമ്മസല്ലാപങ്ങളിലും ഒക്കെ മുഴുകുക, പരസ്പരം കളിതമാശയിൽ ഏർപ്പെടുക. ഇങ്ങനെ പരസ്പരം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. പരസ്പരം നല്ല സ്നേഹം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എടുത്ത് പരിശോധിക്കുമ്പോൾ പ്രവാചകന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, റസൂലുള്ള എല്ലാ പ്രഭാതത്തിലും എല്ലാ പ്രദോഷത്തിലും ഭാര്യമാരെ സന്ദർശിക്കുമായിരുന്നു. നിത്യവും ഇണകളുടെ അടുക്കൽ ചെല്ലും, സമയം ചിലവഴിക്കും, അവരോടൊപ്പം ഇണങ്ങി ജീവിക്കും, അവരോട് കളിതമാശകളിൽ ഏർപ്പെടും. വളരെയധികം അങ്ങേയറ്റത്തെ സ്നേഹത്തോടുകൂടെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു പെരുമാറ്റം എന്ന് പറയുന്നത് അല്ലെ? ഖദീജ റളിയല്ലാഹു അൻഹ അവര് മരിച്ചതിന് ശേഷവും പ്രവാചകൻ അവരെ കുറിച്ച് ഇങ്ങനെ പറയുമായിരുന്നു, അവരുടെ നന്മകൾ ഇങ്ങനെ എടുത്തു പറയുമായിരുന്നു. അത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ അതേ ശബ്ദമായിരുന്നു അനിയത്തി ഹാലയുടെ, ഖദീജ ബീവിയുടെ അനിയത്തിക്ക് ഖദീജ ബീവിയുടെ അതേ ശബ്ദമായിരുന്നു. അതുകൊണ്ട് തന്നെ ഹാലയുടെ ശബ്ദം കേൾക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷിക്കുകയും ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവി മരിക്കുന്നവരെ വേറൊരു വിവാഹം കഴിച്ചിട്ടില്ല. അപ്പോ ആത്മാർത്ഥമായ ഒരു സ്നേഹം അത് രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. കാരണം ഇന്ന് സ്നേഹത്തിന്റെ ലാക്ക് നല്ലോണം ഉണ്ട്. അത് വേറെ വഴിക്ക് വരുമ്പോ അതിൽ ഭൂരിഭാഗം ആളുകളും വീണു പോകുന്നുണ്ട്. അതൊരു വലിയൊരു ആവശ്യമായിട്ട്, വലിയൊരു അത്യാവശ്യമായിട്ട്, അത് ഇയാളിലൂടെ കിട്ടാത്തത് കൊണ്ട്
മറ്റൊരാളിലൂടെ പൂർത്തീകരിക്കപ്പെടുന്നല്ലോ എന്ന് സന്തോഷിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടെ നമ്മൾ കാണേണ്ട കാര്യമാണ്. നമ്മുടെ ഭർത്താവിന് മറ്റൊരു സ്ത്രീയോട് സംസാരിക്കുമ്പോഴാണോ ഏറ്റവും അധികം സന്തോഷവും സുരക്ഷയും കെയറിങ്ങും ആ ഒരു ലവിങ് അതൊക്കെ ഫീൽ ചെയ്യുന്നത്? അല്ല, നമ്മളോട് സംസാരിച്ചിട്ട് അതെല്ലാം അയാൾ നേടിയെടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ട കാര്യമാണ്. തിരിച്ചും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഭാര്യ നമ്മിൽ നിന്നാണോ ഇതെല്ലാം അവൾക്ക് നമ്മോട് സംസാരിക്കുമ്പോൾ ഒരു സന്തോഷവും സ്നേഹമൊക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതാണ്. ഈ സ്നേഹം എന്ന് പറയുന്നത് ഒരു നിമിഷത്തെ പെരുമാറ്റമല്ല. സ്വാഭാവികമായിട്ടും കോണ്ടാക്ട്സിന്റെ സന്ദർഭത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്നേഹം ഉണ്ടാവും. പക്ഷെ ഓരോ അനക്കത്തിലും ഓരോ നോട്ടത്തിലും ഓരോ നീക്കങ്ങളിലും ആ സ്നേഹം പ്രകടമാക്കാൻ പറ്റും എന്നുള്ളതാണ്. അതായത് നമ്മൾ എത്ര ഫ്രസ്ട്രേറ്റഡ് ആണെങ്കിലും നമ്മളോട് വിളിക്കുമ്പോൾ മാന്യമായിട്ട് സംസാരിക്കുക എന്നുള്ളത് സ്നേഹത്തിന്റെ ഭാഗമാണ്. നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അയാളെ വെറുപ്പിക്കൂല. അയാളോടുള്ള പെരുമാറ്റത്തിൽ, ഇടപെടലിൽ, അയാളെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ, നമ്മുടെ മുഖത്ത് വിരിയുന്ന ആ ഒരു പുഞ്ചിരിയും ആ ഒരു പ്രസന്നതയും ഒക്കെ ശരിക്കൊരു സ്നേഹത്തിന്റെ പ്രകടനമാണ്. അതുകൊണ്ട് ആ ഒരു അർത്ഥത്തിൽ സമ്പൂർണമായിട്ട് അല്ലെ, മൂപ്പരില്ലെങ്കിൽ ഞാൻ ഇപ്പൊ എങ്ങനെ ജീവിക്കുക എന്നോർത്തിട്ട് കണ്ണീരൊഴുക്കും. അത് ഒരു നിമിഷം അല്ലെ, അവളില്ലെങ്കിൽ എന്തായിരിക്കും എന്ന് ചിന്തിക്കുമ്പോൾ നമുക്കും അവരുടെ ആ ഒരു സ്പേസ് ഭയങ്കരമാണ് അല്ലെ. ഒരാള് മരിച്ചു നോക്കുമ്പോഴാണ് അതിന്റെ മിസ്സിങ് ഭയങ്കരമായിട്ട് മനസ്സിലാവുക. അപ്പൊ ഒരു മരിക്കുമ്പോഴുള്ള സ്നേഹപ്രകടനമല്ല, ജീവിച്ചിരിക്കുമ്പോൾ ഓരോ അനക്കത്തിലും ആ ഒരു സ്നേഹപ്രകടനം കാണിക്കണം എന്നുള്ളതാണ് അള്ളാഹുവിന്റെ ദീന് നമ്മളോട് പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ഒരു ഒരുക്കം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എനിക്ക് വേണ്ടി എൻ്റെ ഇണകൾ ഒരുങ്ങാൻ ഞാൻ ഇഷ്ടപ്പെടുന്ന പോലെ എൻ്റെ ഇണകൾക്ക് വേണ്ടി ഒരുങ്ങാൻ ഞാനും ഇഷ്ടപ്പെടുന്നുവെന്ന. ഒരുപാട് ആളുകൾ പറയും വൃത്തിയില്ല, അതില്ല, തീരെ ഒരു കെയറിങ് ഇല്ല, ഒരു മനുഷ്യനാണെന്നുള്ള പരിഗണന പോലും ഇല്ല, യാതൊരുവിധ റെസ്പെക്റ്റും ഇല്ല, അയാള് വരിക എന്തോ ചെയ്തു പോവാ, എന്തോ ഒരു കടമ കഴിച്ചു പോവാ എന്ന് പറയുന്ന സ്ത്രീകൾ, പുരുഷന്മാർ സ്ത്രീകളെ കുറിച്ച് പറയുന്ന ഒരുപാട് കംപ്ലൈന്റുകൾ, ഇതെല്ലാം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അവയെല്ലാം തിരുത്താനുള്ള ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കണമെന്ന്. വാക്കിലും പ്രവൃത്തിയിലും വേഷത്തിലും വിധാനത്തിലും ഇടപെടലും ഒക്കെ അള്ളാഹ് എനിക്ക് അനുവദിച്ചു തന്ന ഒരു ഇണയാണ് എന്ന ആ ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ഏറ്റവും ആത്മാർത്ഥമായി സ്നേഹിക്കുക. അപ്പൊ നിങ്ങൾ ഈ ബീച്ചിൽ പോയി ഇഷ്ടംപോലെ ആൾക്കാരെ കാണാം. എത്രയാണ് അവർ സ്നേഹിക്കുന്നത്, എത്രയധികം അവർ സ്നേഹിക്കുന്നോ, എത്രയധികം അത് അവർ പ്രകടിപ്പിക്കുന്നോ അത്രയും അധികം അവരുടെ കുറ്റം കൂടുകയാണല്ലോ അല്ലെ. എത്രയധികം അവർ സ്നേഹം പ്രകടിപ്പിക്കുന്നു അത്രയും അധികം അവരുടെ മേലുള്ള പാപഭാരം കൂടുകയാണ്. എന്നാൽ നമ്മൾ ഇണകൾ എന്ന സങ്കല്പത്തിൽ ഇരിക്കുമ്പോൾ എത്രയധികം നമ്മൾ സ്നേഹിക്കുന്നു, എത്രയധികം നമ്മൾ സഹായിക്കുന്നു, എത്രയധികം നമ്മൾ സംരക്ഷിക്കുന്നു, എത്ര നമ്മൾ കളിതമാശകൾ ഏർപ്പെടുന്നു, അതെല്ലാം നമുക്ക് പുണ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അപ്പൊ പൊതുവായിട്ട് നമ്മൾ പരസ്പരമുള്ള സ്നേഹവും ബഹുമാനവും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഹവാസവും ഔദാര്യവും എല്ലാം നമ്മൾ കാണിക്കുന്നതോടൊപ്പം പ്രത്യേകമായി നമ്മൾ ഓരോരുത്തരും നിർവഹിക്കേണ്ട ചുമതലകളെ നമ്മൾ ബോധ്യപ്പെടണം എന്നുള്ളതാണ്. അതിൽ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, ഭർത്താവിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം, ഫത്തഖുല്ലാഹ ഫിന്നിസാ ഫഇന്നകും അഖത്തുമൂഹുന്ന ബിഅമാനത്തില്ലാ വസ്തഹ്ലൽതും ഫുറൂജഹുന്ന ബികലിമത്തില്ലാ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാണ്, നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളുടെ കാര്യത്തെ ശ്രദ്ധിക്കണം. ഫത്തഖുല്ലാഹ ഫിന്നിസാ, സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ പടച്ചോനെ പേടിച്ചോളി. അതായത് നമ്മുടെ കീഴിൽ ജീവിക്കുന്ന ഒരു അടിമയാണ് എന്ന നിലയ്ക്ക് ചില ആളുകൾക്ക് പെരുമാറുന്നു. വേണമെങ്കിൽ മതി, വേണ്ടെങ്കിൽ വിട്ടോ എന്ന മൈൻഡിൽ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. മൈൻഡ് ചെയ്യാത്ത, തിരിഞ്ഞു നോക്കാത്ത, ഒരു പരിഗണനയും കൊടുക്കാത്ത, ഒരു ബഹുമാനവും ഇല്ലാത്ത, നിന്നെ എനിക്ക് പുല്ല് പരിഗണനയാണ് എന്ന് വാക്കുകൊണ്ട് പറഞ്ഞില്ലെങ്കിലും പ്രവർത്തനങ്ങൾ കൊണ്ട് പറയുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് ഭർത്താക്കന്മാരോട് റസൂലിന്റെ പ്രത്യേക ഉപദേശം. പണ്ട് ഞാനിവിടെ വനിതാ സമ്മേളനത്തിൽ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരുപാട് ചെയ്തിട്ടുണ്ട്. കാരണം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് അറിയില്ലല്ലോ ഇത് പെണ്ണുങ്ങൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് ഒരുപാട് സ്ത്രീകൾ കയറിയിട്ട് എന്താ ആണിനോടൊന്നും പറയല്ലേ, വെറും പെണ്ണിനോട് മാത്രമാണ് പറയുന്നത്.
എന്ന് വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ ശരിക്ക് പെണ്ണുങ്ങളുള്ള സദസ്സിൽ ആണുങ്ങളോട് പറയേണ്ട ആവശ്യമില്ല വെച്ചിട്ടാണ് അന്ന് നമ്മൾ സ്ത്രീകളോട് പറയേണ്ടത് മാത്രം പറഞ്ഞത്. അപ്പൊ ഇത് രണ്ടും ശരിക്കും സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ്. രണ്ടു കൂട്ടരും കൂടെ യോജിക്കുന്ന ഒരുപാട് മേഖലകളുണ്ട്. രണ്ടു കൂട്ടർക്കും ബാധകമായ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഫത്തഖുല്ലാഹ ഫിൻ നിസാ എന്ന് പറയുമ്പോൾ പുരുഷന്മാര് മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഞാനൊന്നും ശ്രദ്ധിക്കണമെന്നില്ല. സ്ത്രീകളോട് വേറെ കുറെ ഉപദേശങ്ങളുണ്ട്. അപ്പൊ ഇത് ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യം. ഒന്നാമത്തത് റബ്ബിനെ സൂക്ഷിക്കാനുള്ള സ്ത്രീകളുടെ വിഷയത്തിൽ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും നാളെ പടച്ചോൻ ചോദിക്കും എന്നുള്ള ബോധത്തോടു കൂടെ ആയിരിക്കണം നമ്മുടെ ഇണയോട് നമ്മൾ സംസാരിക്കേണ്ടത് എന്നുള്ളതാണ്. ഇത് മൊത്തങ്ങൾ കൂട്ടി വെച്ചിട്ട് വായിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇതിങ്ങനെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴാണ് മധുരമൂറുന്ന ദാമ്പത്യം ഉണ്ടാവുക. അല്ലാതെ ഇത് പ്രത്യേകിച്ചൊരു മാജിക് ഒന്നുമില്ല ഇതില്. അപ്പൊ ഒന്നാമത്തെ കാര്യം അതാണ്, റബ്ബിനെ സൂക്ഷിക്കുക. രണ്ടാമത്തെ എന്താണ്? അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖ വഖിയാറുകും ഖിയാറുകുൽ ലിനിസാഇഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളുടെ ഈമാൻ പൂർത്തിയാകുന്നത് നിങ്ങൾ ഏറ്റവും നല്ല സൽസ്വഭാവിയാകുമ്പോഴാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ പോലെ സ്വഭാവം എന്നാണ്. ആളൊക്കെ നല്ല താടിയും ഇതൊക്കെ ഉള്ള ആളാണ്, പക്ഷെ ഭയങ്കര ചൂടനാണ് പറഞ്ഞാല് അത് ശരിയാവില്ല. അപ്പൊ ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ സ്വഭാവം നന്നാകണം. എന്നിട്ട് റസൂൽ പറയാം, ഖിയാറുക്കും ഖിയാറുകുൽ ലിനിസാഇഹി, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ നിങ്ങളുടെ സ്ത്രീകളോട് ഏറ്റവും നല്ല സൽസ്വഭാവത്തിൽ പെരുമാറുന്നതാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ എന്റെ ഇണകളോട് ഏറ്റവും മാന്യമായിട്ടാണ് പെരുമാറുന്നത്. അതായത് റസൂലിനെ ചൂടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നബി പത്നിമാർ നമ്മുടെ ഉമ്മമാരുടെ അടുത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. പല സന്ദർഭത്തിലുണ്ടായിട്ട് അവർ കൂട്ടം കൂടിയിട്ട് അജണ്ടയായിട്ട് വന്നിട്ടുണ്ട്. അവർ ഒറ്റക്കൊറ്റക്ക് ഒരുപാട് സ്വീപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മാന്യമായിട്ടാണ് ഡീല് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല സ്വഭാവം. അപ്പൊ നമ്മുടെ ഒരു മാന്യനാണെന്ന് പറയേണ്ടത് ആരാണ്? ഒന്ന് നമ്മുടെ ഇണയാണ്. രണ്ടാമത്തത് ആരാണ്? രണ്ടാമത്തത് അയൽവാസികളാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ ചോദിച്ചു, നബിയെ, ഞാൻ ചെയ്യുന്നത് നല്ലതാണോ ചീത്തയാണോ എന്ന് എനിക്ക് എങ്ങനെ മനസ്സിലാക്കണം? റസൂൽ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്തിട്ട് നിന്റെ അയൽവാസികൾ പറയാണ് അഹ്സൻത, നീ ചെയ്തത് നല്ലൊരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ നീ ചെയ്തത് നല്ലതാണ്. നീ ഒരു കാര്യം ചെയ്തിട്ട് നിന്റെ അയൽവാസികൾ പറയാണ് നീ ചെയ്തത് മോശമാണെന്ന് പറഞ്ഞാൽ നീ ചെയ്തത് മോശമാണ്. കാരണം അത്രയും നമ്മൾ നല്ലവരായിരിക്കണം നമ്മുടെ അയൽവാസികളുണ്ട്. മൂന്നാമത്തത് വിശ്വാസികളാണ്. ഒരു മനുഷ്യൻ മരിച്ചാൽ വിശ്വാസികൾ നല്ലത് പറഞ്ഞാൽ സ്വർഗം നിർബന്ധം. ഒരു മനുഷ്യൻ മരിച്ചാൽ വിശ്വാസികൾ അയാളെ കുറിച്ച് മോശം പറഞ്ഞാൽ നരകം നിർബന്ധം. അപ്പോ ഫസ്റ്റ് സർട്ടിഫിക്കേഷൻ ഫ്രം പാർട്ട്ണറാണ്. അപ്പൊ നമ്മുടെ ഇണയുടെ മുന്നിൽ ഏറ്റവും നല്ല സൽസ്വഭാവം കാണിക്കുക, അള്ളാഹിനെ സൂക്ഷിക്കുക. അപ്പൊ എല്ലാ കാര്യത്തിലും അവരെ കൈകാര്യം ചെയ്യുമ്പോൾ പടച്ചോനെ പേടിക്കാന്ന് അതിന്റെ അർത്ഥം. അവരെ കൈകാര്യം ചെയ്യുമ്പോൾ പടച്ചോനെ പേടിക്കാന്നാണ്. രണ്ടാമത്തത് ഏറ്റവും നല്ല ക്യാരക്ടർ ആവുക എന്നുള്ള, ഏറ്റവും നല്ല സൽസ്വഭാവം അവിടെ മുന്നിൽ കാണിക്കുക എന്നുള്ളതാണ്. കാരണം നമുക്ക് ഒരുപാട് തലവേലിത്ത പ്രശ്നങ്ങൾ ഉണ്ടാവും. അതൊക്കെ ചെരുപ്പ് അയച്ചക്കണിന്റെ ഒപ്പം അവിടെ അയച്ചു വെക്കുക, അല്ലെങ്കിൽ കുപ്പായ അയച്ചക്കണിന്റെ ഒപ്പം ഹാങ്കർമ തൂക്കില്ല. മനസ്സിലായില്ലേ? അത് പിന്നെ നമ്മൾ വീട്ടിലുള്ള ആളുകളിലേക്ക്, ഭാര്യയ്ക്ക്, മക്കൾക്ക് ഇങ്ങനെ വീതം വെച്ച് കൊടുക്കും ചില ആൾക്കാർ. എന്തെങ്കിലുമൊക്കെ തലയിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഒന്നും വേണ്ട, നമ്മൾ വീട്ടിൽ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകണം നേരത്തെ ഒരാൾ ചീത്തറണമെങ്കിൽ പിന്നെ ആ ചീത്തന്റെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വീട്ടിലാണ് ആൾക്കാരല്ലേ, അല്ലെ? എന്താ ബെല്ലടിച്ച് പോവാതെ തുറന്നു വെച്ചിട്ട് അവിടെ നിന്ന് തുടങ്ങിയാൽ ഒരു സമാധാനം കിട്ടും. കണ്ണോടൊക്കെ ഇങ്ങനെ മുട്ടി എല്ലാവർക്കും കൊടുത്തു പോയാല് നമുക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാം, അല്ലെ? അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഏറ്റവും നല്ല ക്യാരക്ടർ ആയിരിക്കണം നമ്മൾ നമ്മുടെ കുടുംബത്തിൽ ചെയ്യേണ്ടത്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ശരിക്ക് നമ്മൾ കൊടുക്കേണ്ടിടത്താണോ കൊടുക്കുന്നത് എന്നുള്ളത് നല്ലോണം ചിന്തിക്കാം. ഇപ്പോ ചിലപ്പോ ചില ആളുകൾ പറയും ഭയങ്കര എന്തിനു ചോദിച്ചു കഴിഞ്ഞാൽ എടുത്തു ചാടി സംസാരിക്കും. അപ്പൊ നമ്മള് ഇങ്ങനെയൊക്കെ സംസാരിക്കണോ, കുറച്ച് സോഫ്റ്റായി സംസാരിച്ചു പറയും, അല്ലെങ്കിൽ തന്നെ തലവരുത്തെടുക്കാൻ വയ്യ അതിന്. അപ്പൊ അല്ലെങ്കിൽ തന്നെ തലവേദനിച്ചിട്ട് വയ്യാന്ന് പറയാം. അപ്പൊ തലവേദനിച്ചത് അപ്പുറത്തുള്ള ആളെ കുറ്റമല്ലല്ലോ, അതൊരു ഫിസിക്കലി ഒരാൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ എനിക്ക് തലവേദനയാണ്, അതുകൊണ്ട് ഇനി വരുന്ന ആൾക്കാർക്കൊക്കെ ഞാനൊരു തലവേദനയാവും, അങ്ങനെ വേണ്ടല്ലോ. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ സ്വഭാവം കേടാവണമെന്ന് എപ്പോഴും അറിയോ, നമ്മുടെ സിറ്റുവേഷൻസിനനുസരിച്ച് നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരും. അപ്പൊ അത് നമ്മൾ എന്റെ ചീത്ത കേൾക്കാൻ ഇയാൾ അർഹനാണോ എന്ന് ചിന്തിച്ചാൽ മതി. വേറെ കുറെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മറ്റുള്ള നിരപരാധികളുടെ മേലെ കയറുന്നതിൽ ഒരർത്ഥവുമില്ല. അതാണും പെണ്ണൊക്കെ കണക്കാട്ട വിഷയത്തിൽ എല്ലാവരും കണക്കാണ്. പാത്രം ഇങ്ങനെ അമർത്തി വെച്ചിട്ട് ഡോറിങ്ങനെ
എന്താ പ്രശ്നം പറഞ്ഞാൽ എന്താണ് പ്രശ്നം? എന്താ കൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് എന്റെ ഫീലിംഗ്? എന്താ അതിന്റെ കാരണം? അത് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഇതൊന്നും പറയാണ്ട് അവിടെയും ഇവിടെ ഇങ്ങനെ കൊട്ടി അടച്ച് ശബ്ദകോലാലുണ്ടാക്കി ഒന്നും മനസ്സിലാവും. ഓക്കെ, അപ്പൊ അതാണ് അത് ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ക്യാരക്ടർ നന്നാക്കാൻ. മൂന്നാമത്തെ കാര്യം എന്താ? ഭാര്യയെ സംരക്ഷിക്കാൻ അതിൽ പുണ്യമുണ്ട് എന്ന് മനസ്സിലാക്കി. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, മൻ ഖുതില ദൂന മാലിഹി ഫഹുവ ഷഹീദുൻ. സമ്പത്ത് സംരക്ഷിക്കാൻ ഒരാൾ മരണപ്പെട്ടാൽ, കൊല ചെയ്യപ്പെട്ടാൽ അവൻ ഷഹീദാണ്. വമൻ ഖുതില ദൂന ദമിഹി ഫഹുവ ഷഹീദുൻ. ഒരാളുടെ ജീവൻ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ഒരാൾ കൊല ചെയ്യപ്പെട്ടാൽ അയാൾ ഷഹീദാണ്. വമൻ ഖുതില ദൂന അഹ്ലിഹി ഫഹുവ ഷഹീദുൻ. സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരാൾ മരണപ്പെട്ടാൽ അയാൾ ഷഹീദാണ്. അപ്പൊ അതൊരു വലിയൊരു ജിഹാദാണ്. കുടുംബത്തെ നയിച്ചു കൊണ്ടുപോകുക എന്നുള്ളത് വലിയൊരു ജിഹാദാണ്. ഒരു ഭാഗത്ത് ഭാര്യ, മറുഭാഗത്ത് ഉമ്മ, അല്ലെ, അതിന്റെ ഇടയിൽ മക്കള്, അല്ലെ, അതിന്റെ ഇടക്ക് നമ്മുടെ സാമ്പത്തിക കാര്യങ്ങൾ, മറ്റു പ്രശ്നങ്ങൾ, അല്ലെ. പലപ്പോഴും സഹോദരിമാര് പിന്നെ നമ്മൾ കല്യാണം കഴിഞ്ഞ ആൾക്കാർ ചോദിക്കൂല, കുട്ടികളൊക്കെ ചിലപ്പോൾ ചോദിക്കും, എന്താ ആണുങ്ങൾക്ക് ഇത്ര ഒരു ഡൊമിനൻസി എന്നൊക്കെ ചോദിക്കും. വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മൾ എന്താ ചെയ്യാ? പെണ്ണുങ്ങള് നേരെ മൂപ്പര് വിളിക്കല്ലേ, ഇതോടുകൂടെ നമ്മളത് കഴിഞ്ഞില്ലേ, പിന്നെ ബാക്കിയൊക്കെ മൂപ്പര തലയിലാണ്. അപ്പൊ ആ ഒരു കാര്യം വലിയൊരു ദൗത്യം തന്നെയാണ്. അപ്പൊ പുരുഷന്മാരെന്ന നിലക്ക് നമ്മൾ ആ ഒരു ദൗത്യം ഏറ്റെടുത്ത് നിർവഹിക്കുമ്പോൾ ഒരു വലിയൊരു ജിഹാദായിട്ട് മനസ്സിലാക്കണം. അവരെ സംരക്ഷിക്കുക, അവരെ കെയർ ചെയ്യുക എന്നത് വലിയൊരു കാര്യമാണ്. കെട്ടിക്കൊണ്ട് ഇട്ടാ പോരാ, അവർക്ക് ജോലി ഉണ്ടല്ലോ, പിന്നെന്തിനാ ഞാൻ നോക്കേണ്ട ആവശ്യം? അങ്ങനെയല്ല, നമ്മൾ അവരുടെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. വരും ഇൻഷാ അല്ലാഹ്. നാലാമത്തെ കാര്യം എന്താ പറയുക? അവകാശങ്ങൾ വകവെച്ച് നൽകുക എന്നുള്ളതാണ്. അവകാശങ്ങൾ വകവെച്ച് നൽകുക. സ്വഹാബി അബ്ദുള്ള, അദ്ദേഹത്തെ കുറിച്ച് പറയണം. അദ്ദേഹം രാത്രി നിസ്കരിക്കും, രാവിലെ നോമ്പുമായിരിക്കും. അത് നബിയുടെ അടുക്കൽ എത്തിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അദ്ദേഹത്തെ വിളിച്ച് ചോദിക്കാണ്, എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കാണ്. പിന്നെ റസൂൽ അദ്ദേഹത്തെ ഫലാ തഫ്അൽ, നീ ഇങ്ങനെ ചെയ്യരുത്. സും വഅഫ്തിർ വഖും വനം, നീ നോമ്പ് നോറ്റോ, നോമ്പില്ലാത്ത ദിവസം ഉണ്ടായിക്കോട്ടെ. നീ രാത്രി നിസ്കരിച്ചോ, രാത്രി നീ കുറച്ചു നേരം ഉറങ്ങും ചെയ്തു. വഇന്ന ലിജസദിക അലൈക ഹഖ്ഖ വഇന്ന ലിഐനൈക അലൈക ഹഖ്ഖ വഇന്ന ലിസൗജിക അലൈക ഹഖ്ഖ. നിനക്ക് നിന്റെ ഇണയോട് കടപ്പാടുണ്ട്. രാത്രി ഫുള്ള് നിസ്കാരാണെങ്കിൽ 38 എങ്ങനെ ഉറങ്ങുണ്ടാവും? ഇയാള് ഫുള്ള് നിസ്കരിച്ച് കാരണം. പകല് നോമ്പാണെങ്കിൽ പകലൊന്നും നടക്കൂലല്ലോ, രാത്രി ഒന്നും നടക്കൂലല്ലോ. അപ്പൊ ഒരു സ്ത്രീക്ക് കിട്ടേണ്ട അവകാശം കിട്ടാതെ, അത് സ്ത്രീ ആണെങ്കിലും കണക്കാണ്. സ്ത്രീ ഭയങ്കര ആബിദത്താണ്. മൂപ്പരെ നീട് പൂർത്തിയാക്കാൻ നമ്മളെ കിട്ടാതെ വരിക എന്നുള്ളത് ഒരിക്കലും പാടില്ലാത്തൊരു കാര്യമാണ്. ഓക്കെ, അപ്പോ ആ ഒരു രംഗത്ത് നമ്മൾ അവരുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുക. ഏറ്റവും പ്രധാനമായിട്ടുള്ള അവകാശം അവരുടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ. റസൂൽ പറഞ്ഞേ, നീ ഭക്ഷിക്കുകയാണെങ്കിൽ നീ അവരെ ഭക്ഷിപ്പിക്കണം, നീ ധരിക്കുകയാണെങ്കിൽ അവരെ ധരിപ്പിക്കണം, അവർക്ക് വേണ്ട എല്ലാതും കൊടുക്കണം. വിവാഹത്തിന് സമയത്ത് അവർക്ക് മഹർ കൊടുക്കണം, ഒരു ധാന്യമണ്ടിയുടെ തൂക്കത്തിലെങ്കിലും നീ മഹർ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അല്ലെ. പിന്നെ അവരുടെ സെക്ഷൽ നീഡ്സ് അത് പൂർത്തീകരിച്ചു കൊടുക്കണം. അതെല്ലാം എന്തൊക്കെ അവകാശങ്ങളുണ്ടോ ആ അവകാശങ്ങളൊക്കെ നമ്മൾ വകവെച്ചു കൊടുക്കുക എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അവർക്ക് ജോലി ഉണ്ടെങ്കിലും ശരി, അവരുടെ കാര്യങ്ങൾ നിർവഹിക്കേണ്ടത് ആരാണ്? നമ്മളാണ്. ഭാര്യയ്ക്ക് 50,000 ശമ്പളം, ഭർത്താവിന് 20,000 ശമ്പളം. 20,000-ൽ നിന്നാണ് ഭാര്യനെ പരിചരിക്കുന്നത്. ഭാര്യയുടെ വസ്ത്രവും ഭാര്യയുടെ ചെരുപ്പും ഭാര്യയുടെ ഭക്ഷണവും എല്ലാ കാര്യവും നിർവഹിക്കേണ്ടത് ആരാണ്? ഭർത്താവാണ്. അവൾക്ക് ജോലി ഉണ്ട്, അതുകൊണ്ട് ഞാൻ അവളുടെ കാര്യം നോക്കില്ല, അവളെന്നെ ചെയ്യാണ് എന്ന് പറയരുത്. അവൾക്ക് വേണമെങ്കിൽ ദാനമായിട്ട് കൊടുക്കാം. നമ്മുടെ രണ്ടുപേരുടെയും വരുമാനം നമുക്ക് ഒരുപോലെ നമ്മുടെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉപയോഗിക്കാം എന്നൊക്കെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് അവർ വന്നിട്ട് അങ്ങനെ പോവുകയാണെങ്കിൽ ഓക്കെ. പക്ഷെ അത് ചോദിച്ചു വാങ്ങാനോ അത് നമ്മുടെ അവകാശമാണെന്ന് പറയാനോ ഒന്നും പറ്റില്ല. അതാണ് മറ്റേ അനന്തര സ്വത്തിന്റെ വിഷയം. പെണ്ണിന് ആണിന്റെ പകുതി കൊടുത്തു എന്ന് ഇഷ്യൂ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടല്ലോ. പെണ്ണിന് 500 കിട്ടിയത് ഓളത്തെ ഒറ്റക്കാണ്. ആണിന് 1000 കിട്ടുമ്പോ ഓനോട് ഓളയും കൂടെ നോക്കണം എന്നുള്ള ബാധ്യതയും കൂടെ കൊടുക്കുന്നത്. അപ്പൊ ഈ 1000-ന് കുറെ അവകാശികളുണ്ട്. ബാപ്പ മരിക്കുമ്പോ ആൺമക്കൾക്കാണ് വീടിന്റെ മൊത്തം ഭാരം, പെണ്ണുങ്ങൾക്ക് സ്വത്ത് ബോണസാണ്. ഇതുപോലെയാണ് യഥാർത്ഥത്തിൽ പുരുഷന്മാർ. അപ്പൊ ഇതൊക്കെ ജോലിയുള്ള ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവരുടെ കാര്യങ്ങൾ നമ്മളാണ് നിർവഹിച്ചു കൊടുക്കേണ്ടത് എന്നത്.